ഹലോ, വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ് ബൈ അശ്വതി. ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൂർക്ക മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കൂർക്കയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിവിടെ നമ്മുടെ കൂർക്ക വെള്ളത്തിലിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ നമ്മുടെ കൂർക്കയുടെ തൊലി വേഗം തന്നെ പോകും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ നമ്മുടെ കൂർക്കയൊക്കെ ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഒരുപാട് കനം കൂട്ടിയും ഒരുപാട് കനം കുറച്ചും അരിഞ്ഞെടുക്കരുത്. ഏകദേശം ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ കൂർക്കയൊന്ന് അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്ക് ഈ കൂർക്കയെല്ലാം കുക്കറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ കൂർക്കയെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം. അങ്ങനെ നമ്മുടെ കൂർക്ക നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1 വിസിൽ മതിയാവും നമ്മുടെ കൂർക്ക വെന്ത് കിട്ടാനായിട്ട്. ലോ ഫ്ലെയിമിലിട്ട് 1 വിസിൽ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മെഴുക്ക് പുരട്ടിക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കൊച്ചുള്ളി ചതച്ചത്, 2 പച്ചമുളക്, 2 വറ്റൽമുളക്, കറിവേപ്പില. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും നമ്മൾ എടുത്ത് വെച്ച വറ്റൽമുളകും കറിവേപ്പിലയും പച്ചമുളകും കൊച്ചുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി ഞാനിവിടെ ചതച്ചാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കൂർക്കയ്ക്ക് ഓൾറെഡി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തതാണ്. അതുകൊണ്ട് അതനുസരിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ഈ ഒരു മിക്സിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിയും പച്ചമുളകും വറ്റൽമുളകും ഒക്കെ നന്നായി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ചേർക്കുന്നത് ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ്. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൊടിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച കൂർക്ക കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ കുക്കറിൽ കൂർക്ക വേവിക്കുന്ന സമയത്ത് ഒരുപാട് വിസിൽ അടുപ്പിക്കരുത്. അങ്ങനെ അടുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂർക്കയെല്ലാം വെന്ത് അളിഞ്ഞു പോകും. അതുകൊണ്ട് 1 വിസിൽ മാത്രം മതിയാവും നമ്മുടെ കൂർക്കയൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂർക്ക ഓൾറെഡി നമ്മൾ കുക്കറിൽ വേവിച്ചതാണ്. അപ്പോൾ ഇനി അത് ഒത്തിരി നേരം നമ്മൾ അടുപ്പിലിടേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി കൂർക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പെരുംജീരകപ്പൊടി ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പെരുംജീരകമൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കൂർക്ക മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി എല്ലാവരും കൂർക്ക മേടിക്കുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണും വരെ ടാറ്റാ ബൈ ബൈ, സീ യു.